Mosaic India, a mirror to memorable musings. കവിത തന്നെ ചെല്ലുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മീശയില്ലാതെ നമ്മൾ കൃഷ്ണനെ വരയ്ക്കുന്നത്. പക്ഷേ മീശയില്ലെങ്കിലും പൗരുഷം തോന്നിക്കുക അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലർ കൃഷ്ണനെ വരച്ചു കഴിഞ്ഞാൽ രാധയെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇതിന് പ്രചാരം വന്നതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കള്ളനാണയങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. അതായത് പക്ഷേ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, എല്ലാത്തിനും നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ പോകുമ്പം ഈശ്വരൻ വേറൊരു രീതിയിൽ നമുക്കൊരു പ്രതിഫലം കൊണ്ടുതരുന്നൊരു അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായി. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രതിഭാശാലിയായ ഒരു ചിത്രകാരനെയാണ്, സുരേഷ് മുതുകുളം. സുരേഷ് മുതുകുളം നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സുരേഷ്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ് സുരേഷിൻ്റെ വീട്. അദ്ദേഹം ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ മ്യൂറൽ ആർട്ടിസ്റ്റായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ എക്സിബിഷൻ കണ്ടതിന് ശേഷം ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. സുരേഷ് എങ്ങനെയാണ് ഈ ചിത്രകലയുടെ ലോകത്തിലേക്ക് വന്നത്? ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരു 3ാം ക്ലാസ്സിലെ കാര്യം വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ കുമാരനാശാൻ മെമ്മോറിയൽ സ്കൂൾ ഞങ്ങളുടെ മുതുകുളത്ത് അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ലാൽ സാർ എന്നും പറഞ്ഞൊരു ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു. ചിത്രങ്ങളിൽ എനിക്ക് ആദ്യത്തെ പ്രോത്സാഹനം നൽകുന്നത് ലാൽ സാറാണ്. പിന്നെ നമുക്കറിയാം, ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതും അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ പുരാണ കഥകൾ ഇഷ്ടം പോലെ ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഭാഗവത പാരായണത്തിന് ക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗവതത്തിലെ കഥ മുഴുവൻ എനിക്ക് കാണാപ്പാടമായിരുന്നു അന്ന് മുതൽ. ചെറുപ്പം മുതൽ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലാണ്. അതെ. വന്നത്. അപ്പോൾ എൻ്റെ ആദ്യ ചിത്രങ്ങൾ തന്നെ ഈ ഭാഗവതത്തിലെ കാളിയമർദ്ദനം അങ്ങനെയുള്ള പുരാണ കഥകളാണ് ഞാൻ ആദ്യമായിട്ട്. അത് നമുക്കറിയാം, ഇപ്പം മനസ്സിലിങ്ങനെ നിൽക്കും ഒരു ചിത്രങ്ങൾ. ഇപ്പം കാളിയമർദ്ദനമാണെങ്കിൽ എങ്ങനെ ആ ഒരു സ്ഥലം നമ്മുടെ ഓർമ്മയിലേക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങൾ വളരെയധികം ഞാൻ വരയ്ക്കുകയും വീട്ടിലൊരു നൂലൊക്കെ കെട്ടി പേപ്പറിൽ ഇങ്ങനെ ഇത് ഒരു ഡിസ്പ്ലേ ചെയ്ത്, അപ്പം അങ്ങനെ അയലത്തുകാരും കുറച്ച് പേര് അങ്ങനെ ഒരു പ്രോത്സാഹനം എനിക്ക് കിട്ടി. സ്കൂളിൽ ആലപ്പുഴ വെച്ചിട്ടൊരു മത്സരം, ജില്ലാ തല മത്സരം നടത്തി. അതിന് ഈ ലാൽ സാറിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ബസ്സിൽ പോയി. എനിക്കന്ന് ഫസ്റ്റ് കിട്ടി. അപ്പം അന്ന് ഈ സ്കൂളിൽ അസംബ്ലിയിൽ കയറ്റി ലാൽ സാർ എനിക്ക് തന്ന കളറ്, ആദ്യത്തെ ഒരു വർണ്ണ ലോകത്തോടുള്ള 3ാം ക്ലാസ്സിൽ. അപ്പോൾ അന്ന് ഈ കിട്ടിയ ആ കളറാണ് എൻ്റെ ഈ എന്താ പറയുക കളർ ലോകത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ്. അപ്പം കുട്ടികളെല്ലാം കൈയടിച്ച് ഇത് പ്രോത്സാഹനം. വാട്ടർ കളർ. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു ബ്രഷ് എടുത്ത് ആദ്യമായിട്ട് ആ കേക്ക് പോലുള്ള കളറായിരുന്നു വരച്ചു തുടങ്ങിയത്. നമുക്കറിയാം, എൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പം പിന്നെ ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ളവരെ പട്ടാളത്തിൽ ചേർക്കുകയും നന്നായിട്ട് പഠിക്കുന്നവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു ചിത്രകാരനാവണമെന്ന് ആരുടെയും രക്ഷകർത്താക്കൾ അങ്ങനെ ആഗ്രഹിക്കത്തില്ല ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിൽ വളരെയധികം ഒരു പ്രോത്സാഹനം തന്നു. വീട്ടിലൊരു ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഒരു കലാകാരിയായിരുന്നു. അമ്മ തിരുവാതിര കളിക്കുകയും ഒരു ഓണമൊക്കെ ആകുമ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കാൻ വരികയും തിരുവാതിര കളിക്കുകയും, അച്ഛൻ ഭജനയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. സംഗീതം ബിൽപ്പാട്ടിന് പോകുമായിരുന്നു, മുഖർശംഖ് വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. വീട്ടിലാരെങ്കിലും വരയ്ക്കുമായിരുന്നു? ആരും വരയ്ക്കത്തില്ലായിരുന്നു. ഈ മ്യൂറൽ ആർട്ടിലേക്ക് വന്നത് എങ്ങനെയാണ്? മ്യൂറൽ ആർട്ടിലേക്ക് വന്നത്, എന്നെ ആദ്യം ചിത്രകല പഠിപ്പിക്കാൻ അച്ഛൻ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ടിലിരുത്തി ഈ ഹരിപ്പാടുള്ളൊരു വാര്യർ സാറിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. വാര്യർ സാറിൻ്റെ ഒരു പോർട്രേറ്റിൽ നിന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ചിത്രം ഉണ്ടാകുന്നത്. ആ വാര്യർ സാറിൻ്റെ വീട്ടിലെ ഒരു അറയും നിലയുള്ളൊരു വീടായിരുന്നു, ഹരിപ്പാട് മണ്ണാർശാലയ്ക്ക് അടുത്താണ്. നമുക്കറിയാം, അവിടെ എല്ലാം കാവുകളും നിറച്ച് പറ്റുന്ന വൻമരങ്ങളും ഒക്കെയുള്ള പഴയ തറവാട് എല്ലാം ഓടിട്ട വീടുകളാണ് അവിടെ. അപ്പം സാറിൻ്റെ കൈക്ക് പിടിച്ചിട്ട് സാറിൻ്റെ ഒരു നിലവറയിലോട്ട് കയറ്റിയപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരു പോർട്രേറ്റ് എന്നെ കാണിച്ച്. ചിത്രങ്ങളുടെ ആദ്യത്തെ അത്ഭുതം എന്നെ അവിടെ നിന്നാണ്. ആ കസവിൻ്റെ തിളക്കം, ആ ഇരുട്ടിൽ എനിക്ക് അല്ലെങ്കിൽ ആ കാതിലെ കടുക്കൻ്റെ കല്ലുകളുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര ഒരു തിളക്കം ഉണ്ടാക്കി. വാര്യർ സാറിനൊക്കെ പ്രായമായതിനു ശേഷം വീണ്ടും ഞാൻ മാവേലിക്കരയിലേക്ക് വന്നു. കൊച്ചുകുട്ടി സാറായിരുന്നു എൻ്റെ ആദ്യത്തെ അധ്യാപകൻ. അദ്ദേഹം ഈർമ കോളേജിലെ മുൻ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഒരു പേപ്പർ കട്ടിങ് ഉണ്ട്.
ഇങ്ങനെ ഗുരുവായൂർ ചുവർച്ചിത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ട്. ഞങ്ങൾ 3-4 പേര് അപ്ലൈ ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ ടെസ്റ്റ് എഴുതാൻ പോയത് തന്നെ വലിയൊരു രസകരമായ കാര്യം. അതായത് ഗുരുവായൂർ പോയിട്ട് ബസ് കയറി ഒരു അർദ്ധരാത്രിയോടുകൂടി അവിടെ എത്തി. അപ്പം ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ ഞാനിങ്ങനെ ബാഗൊക്കെ തലയിൽ വെച്ച് കിടന്നുറങ്ങി. രാവിലെ നോക്കിയപ്പോൾ തലയിലെല്ലാം പ്രാവും കാഷ്ടം. അമ്പലക്കുളത്തേക്ക് പോയി കുളിച്ചിട്ട് ഞാൻ ആ കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ ഇന്ന് തൊഴുതിട്ട് കിഴക്കോട്ട് നടന്ന് അവിടെ ഒരു ഗരുഡൻ്റെ ഒരു ശില്പമുണ്ട്, മഞ്ജുളാൽ. അവിടെ ഞാനിങ്ങനെ കുറേ സമയം നോക്കി. എനിക്കത് എന്തോ ഒരു രസകരം തോന്നി. എന്നിട്ട് ഞാൻ ടെസ്റ്റിന് വന്നപ്പോൾ അവിടുത്തെ ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരാണ്. ഒരു 600ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പം രസകരമായ സംഭവം, ടെസ്റ്റിന് വന്ന ഒരു വിഷയം ഇതായിരുന്നു, മഞ്ജുളാലായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലത് പതിഞ്ഞായിരുന്നു. അപ്പം ഞാനത് വളരെ മനോഹരമായിട്ട് വരയ്ക്കുകയും അന്ന് ആർട്ടിസ്റ്റ് നമ്പൂരി, നമ്മളെ പ്രഭാതത്തിലെ കാഴ്ചയായിരുന്നു. അതെ, MB കൃഷ്ണൻ, ബനാറസ് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ പ്രഗത്ഭരായ ആൾക്കാർ, MG ശശിഭൂഷൺ സാർ, ഇവരൊക്കെ അന്ന് ടെസ്റ്റ് നടത്തിയത്. ആ ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ പേര് നമ്പർ 1 ആയിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂർ എനിക്ക് ചുവർച്ചിത്രകലയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അത് എത്ര വർഷത്തെ കോഴ്സായിരുന്നു? അത് 5 വർഷത്തെ കോഴ്സ്. അവിടുത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഒരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാനെന്ന് പറഞ്ഞാൽ മുതുകുളത്ത് എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ ഏരിയ, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഗുരുവായൂരത്തേക്ക് എന്ന് നമുക്കറിയാം ഒരു പ്രത്യേക സംസ്കാരമുള്ള സ്ഥലമാണ്. എന്നും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രഗത്ഭരായ ആൾക്കാരുടെ മോഹിനിയാട്ടം, ഭരതനാട്യ സംഗീതങ്ങൾ, ശാസ്ത്രീയ സംഗീതങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ ചെമ്പൈ സംഗീതോത്സവം, രാത്രി അർദ്ധരാത്രി കൃഷ്ണനാട്ടം, ഏത് സമയവും കലയുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അവിടെ. പഠന രീതി നമ്മൾ ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഭക്ഷണവും താമസവും ദേവസ്വം തരും. അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റൈപ്പൻഡ്. ദേവസ്വം ബോർഡിന്റെയാണ്. ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം. അതെ, ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരു കലാനില ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ കൃഷ്ണനാട്ടം, കളവെഴുത്ത്, ഇങ്ങനെയുള്ള അവർ ഇടയ്ക്ക സംഗീതം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കലാനിലയം സെഷൻ ഉണ്ട്. അന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചുവർച്ചിത്രകലയും തുടങ്ങിയത്. അവിടുത്തെ പഠനം എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഏതൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന മമ്മൂര് കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഒരു ബിംബം. അത് കഴിഞ്ഞിട്ട് വരയ്ക്കേണ്ട ചിത്രം വരത്തുള്ളൂ. അതാ എൻ്റെ ഉയർച്ചയ്ക്ക് ഒരു പ്രധാന ഒരു നാഴികക്കല്ല്. എല്ലാ മാസം സ്റ്റൈപ്പൻഡ് കിട്ടുമ്പോൾ ഞങ്ങളത് ഒരു ബസ്സിൽ കയറി പാലക്കാട്, അതല്ലെങ്കിൽ കണ്ണൂർ, കാസർഗോഡൊക്കെ ഓരോ പഴയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും, ആദ്യം വടക്കോട്ടായിരുന്നു, എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ചിത്രങ്ങളൊക്കെ നോക്കി വരയ്ക്കുകയും പിന്നെ സ്കെച്ച് ബുക്കിൽ വരയ്ക്കുകയും അത് മമ്മീരാശനെ കാണിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങൾ അതൊരു ചിത്രമാക്കും. ഈ ഒരു രീതിയിലുള്ളൊരു ഗുരുകുല പഠന രീതിയായിരുന്നു. അന്ന് ഈ മ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ മ്യൂറൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല. അതായത് അതൊരു ഉദാഹരണം, ഞങ്ങൾക്ക് ഈ പോസ്റ്റ് കാർഡ് വരും നാട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക്, അത് മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അപ്പോൾ അത് താഴെ ഒരു ലോഡ്ജ് ഉണ്ട്, മുരളി ലോഡ്ജ്. പോസ്റ്റ്മാൻ ഈ മുരളി ലോഡ്ജിലോട്ട് കൊണ്ടുപോകും. പുള്ളി ഇങ്ങനെ നോക്കും മ്യൂറൽ. പക്ഷേ ഇന്ന് കേരളത്തിലെ ഏത് പോസ്റ്റ്മാനും മ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് അത്രയ്ക്ക് പ്രചാരമായി. മുരളിയുടെ അടുത്ത് പോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, ഒരു ചിത്രകലാ വിദ്യാർത്ഥികളും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഗുരുകുലം കാണത്തില്ല. അതായത് ഞാൻ ചില ചിത്രങ്ങൾ പഠന സമയത്ത് ആശാൻ ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ തരും. അതായത് രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 2 മണി വരെയൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് ഇന്ന് വരച്ചിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ നിരന്തരമായിട്ട് വളരെയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇപ്പം 89 ബാച്ച് അവസാനിക്കുന്ന സമയത്ത് ജയകുമാർ സാർ എന്ന ടൂറിസം ഡയറക്ടറാണ്. അപ്പോൾ കോവളത്ത് വെച്ച് ജയകുമാർ സാറെല്ലാം മുൻകൈ എടുത്ത് കേരളത്തിലെ ആദ്യത്തെ ഒരു ചുവർച്ചിത്ര വർക്ക്ഷോപ്പ്, അതിന് മമ്മിയൂർ കൃഷ്ണൻകുട്ടി ആശാൻ, അതേപോലെ തന്നെ വാര്യര് സാറ്, കുറേ പ്രഗത്ഭരായ ആൾക്കാരും ഞങ്ങൾ വിദ്യാർത്ഥികളുമായിരുന്നു. ഞാനൊന്ന് മട്ടാഞ്ചേരിയിൽ കണ്ട് ഒരു രാമായണ കഥ ആ ക്യാമ്പിൽ വരച്ച്. അപ്പൊ ഈ ക്യാമ്പ് എല്ലാം കഴിഞ്ഞിട്ട് PV കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റ് PRD വർക്ക് ചെയ്ത് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെ ആയിരുന്നു, ചുവരുണ്ടോ ചിത്രം എഴുതാം. അപ്പൊ മമ്മീരാജൻ ഇത് കഴിഞ്ഞിട്ടൊരു കത്ത് വന്ന്, ചുവരുണ്ട് ചിത്രം എഴുതണം എന്ന് പറഞ്ഞിട്ട് കത്ത്. ആ കത്ത് അയച്ചത് കൊല്ലത്ത് നായേഴ്സ് ഹോസ്പിറ്റലിലെ ഓണറും പ്രഗത്ഭമായ ഡോക്ടറായ KP നായർ. അദ്ദേഹം എന്ന് പറഞ്ഞാല് വലിയ കലാസ്വാദകനായിരുന്നു. ആ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ വൈലോപ്പള്ളിയുടെയും അതായത് കുമാരനാശാന്റെ ഒക്കെ വരികളും ശില്പങ്ങളും സുശ്രുത മഹർഷിയുടെ ശില്പങ്ങളും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ KP നായർ ഡോക്ടർക്ക് അവിടെ ഒരു ചുവർച്ചിത്രം വരയ്ക്കണം. അപ്പൊ അങ്ങനെ മമ്മീരാശാൻ ആദ്യം എന്നെയാ, ഏതൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആശാൻ ഇങ്ങനെ നോക്കും, വിദ്യാർത്ഥികളെല്ലാം നോക്കിയിട്ട് സുരേഷ് ഇവിടെ വരും. അങ്ങനെ ആശാൻ പറഞ്ഞിട്ടൊരു സ്കെച്ച് തയ്യാറാക്കി. അപ്പം എന്നോട് ആശാനുമായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പം പറഞ്ഞു, ഒന്ന് ആലോചിക്കണം, ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് വൈദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഹോസ്പിറ്റലിലെ. അങ്ങനെ ധന്വന്തരമൂർത്തി അതൊരു സ്റ്റോറി പോലെ ഞങ്ങൾ ചെയ്തു. അതായത് ധന്വന്തരമൂർത്തി പാലാഴി മദനം, ഒരു സൈഡിൽ അസുരന്മാരും ഒരു സൈഡിൽ ദേവന്മാരും. പാലാഴി മദനം നടക്കുന്നു, അത് മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയിട്ടാണ് പാലാഴി മദനം നടക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ധന്വന്തരമൂർത്തി ഇങ്ങനെ ഉയർന്നു വരുന്നു. അപ്പോൾ ധന്വന്തരമൂർത്തി അറിയാം, കയ്യിലൊരു അട്ട നമ്മൾ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു ഉപകരണം, ടൂളാണ് അട്ട. ഒരു കയ്യിൽ അമൃതം, അത് ഔഷധം, എല്ലാ രോഗങ്ങളും മാറുന്ന ഔഷധം. ഇത് രണ്ടുമായിട്ട് ഉയർന്നു വന്നത്. ഇത് രണ്ടുമായിട്ട് ഉയർന്നു വന്നിട്ട് അശ്വനി ദേവതകൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ്. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ പാലാഴി മദനം നടക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ ഈ പാലാഴിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് അഷ്ടായുധങ്ങള്, അതുപോലെ ലക്ഷ്മി ദേവി, കുറേയധികം പ്രോപ്പർട്ടീസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ പശ്ചാത്തലത്തിൽ വരച്ച് വളരെ രസകരമായിട്ടാണ് അവിടെ ചിത്രം വരച്ചതെന്ന്.
ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സ്പേസാണ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ രോഗികളെ അകത്ത് കൺസൾട്ടൻസി കയറ്റിയതിന് ശേഷം ഈ കൂടെ വന്നവരിയ്ക്കുമ്പോൾ ഈ ചിത്രം കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം അത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു കുളിർമ, നിങ്ങളിവിടെ ഒരു കുളിർമ തന്നിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ ചിത്രം ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ പോയപ്പോഴും ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഡോക്ടർ മരിച്ചുപോയി, ഡോക്ടറുടെ മകനായി ഇപ്പം മോഹൻ ഡോക്ടർ, അദ്ദേഹം വളരെ നന്നായിട്ട് അത് സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇടപ്പള്ളി കഴിഞ്ഞ് നമുക്ക് കാണാം ഒരു പരശുരാമന്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് കേരള ഹിസ്റ്ററി മ്യൂസിയം. അവിടെ ശാകുന്തള ഞങ്ങളവിടെ വരച്ചത്. അത് ഇതുപോലെ സെക്കൻഡ് ഇയറിൽ ചെയ്ത് വർക്കാണ്. അത് മമ്മീരാജൻ്റെ ഒപ്പം ഞാനുണ്ടായിരുന്നു. എന്നിട്ട് തേർഡ് ഇയറിൽ വരച്ചത് ഇതേപോലെ തന്നെ തിരുവനന്തപുരം മ്യൂസിയത്തിലൊരു ചിത്രം. കേരളത്തിന് ആദ്യമായിട്ട് അങ്ങനെ ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ചിത്രമാണ് മഹാരാജാവിൻ്റെ. അതിനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തതും ഞങ്ങളുടെ കോഴ്സിൻ്റെ ഫൈനൽ ഇയറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഒരു കത്ത് ഇതുപോലെ മമ്മീരാജൻ എഴുതി മിടുക്കരായ കുറച്ച് ശിഷ്യന്മാരെ വിടണം. അപ്പോൾ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിങ്ങനെ കഴിയാൻ പോവുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുക, ഈ ഗുരുവായൂരിൽ നിന്നും മുതുകുളത്തോട്ടുള്ള ഒരു മാറ്റം എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു മാറ്റമായിരുന്നു. അതെങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങോട്ട് പോയി നിൽക്കും. പക്ഷെ എന്തോ ഒരു വലിയൊരു ഭാഗ്യം പോലെ ആ സമയത്ത് മമ്മീരാജൻ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് പേര് വേണം, എണ്ണം പറഞ്ഞില്ല. അപ്പം ഞങ്ങളന്ന് 10 പേര് ഇങ്ങനെ ഇരിക്കുക. അതിൽ നോക്കിയിട്ട് പറഞ്ഞാൽ ആരൊക്കെ തയ്യാറാകും, ഭക്ഷണവും താമസവും മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ആവേശമുള്ളവരൊക്കെ അപ്പം കുറച്ച് നിന്നിരുന്നു. അപ്പം ഞങ്ങൾ 4-5 പേര് മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 4-5 പേര് അവിടെ പോവുകയും കുറച്ച് പേര് പിന്നെ അതിനകത്ത് കൊഴിഞ്ഞു പോയി. 3 വർഷത്തോളം ഞങ്ങൾ അവിടെ ചിത്രം 3 വർഷം. അതെ, അതായത് അന്ന് നമുക്കറിയാം ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ CISF ഒക്കെ അതിനകത്ത് വലിയ സെക്യൂരിറ്റി ഒക്കെ, പക്ഷെ അന്ന് ഈ ട്രഷറൊക്കെ അതിനകത്തുള്ള സമയം ഞങ്ങളവിടെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ കലശക്കുടമൊക്കെ ഇങ്ങനെ കഴുകി ഉണങ്ങാൻ വെച്ചേക്കോ, സ്വർണ്ണക്കുടങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളും വെച്ച് കുറുപ്പന്മാരും ഇങ്ങനെ നിന്ന് അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോവുമായിരുന്നു. പുറത്തുനിന്ന് ചിലപ്പോൾ ഞങ്ങളെ അകത്താക്കി കുറുപ്പന്മാർ നിന്നിട്ട് പുറത്തുനിന്ന് കൂട്ടിപ്പോവും. അങ്ങനെ ഒരു 3 വർഷം വളരെ രീതിയിൽ. അപ്പം ഈ ഒരു 3 വർഷക്കാലം ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി. എനിക്കൊന്ന് ആ സമയത്ത് ഡൽഹിയിൽ നിന്നൊരു വലിയ എക്സ്പോഷർ ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, എല്ലാത്തിനും നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ പോകുമ്പം ഈശ്വരൻ വേറൊരു രീതിയിൽ നമുക്കൊരു പ്രതിഫലം കൊണ്ടുതരുന്ന ഒരു അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായി. 95-96 കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഡൽഹിയിൽ നിന്ന് രാജീവ് സേത്തി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനർ അവിടെ വരികയും അദ്ദേഹം ഞങ്ങളെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജനപത്തിലുള്ള ഒരു സ്ഥലത്തൊരു ചിത്രം വരയ്ക്കാനാണ് വിളിച്ചോണ്ട്. പക്ഷേ ഞങ്ങൾക്കന്നൊരു വലിയൊരു പ്രതിഫലം കിട്ടി ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി. ആ ഒരു പ്രതിഫലം വെച്ചാൽ ഞാൻ ആദ്യത്തെ വീട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അത് 3 മാസമേ ഉള്ളായിരുന്നു വർക്ക്. അപ്പോൾ ഞങ്ങൾ 4-5 പേര് പോയി ആ ഒരു ചിത്രം വരയ്ക്കുകയും. അപ്പം നമ്മൾ ഇത് വിചാരിക്കണം, പത്മനാഭൻ്റെ നടയിൽ നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ പോയി നമുക്ക് അവിടുന്ന് തന്നെ ഒരു പ്രതിഫലം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ചെന്നൈയിൽ നിന്നൊരു സംഘടന വന്ന് ഞങ്ങളൊരു എക്സിബിഷന് ക്ഷണിച്ചു. അങ്ങനെ ഈ 3 വർഷക്കാലം ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി. അവിടുത്തെ ഓരോ സൈഡിലും, അതായത് തെക്ക് വശത്തെ യക്ഷിയുടെ ചിത്രമുണ്ട്. അതിനെ പറ്റിയൊക്കെ ഒത്തിരി സ്റ്റോറി ഉണ്ട്. യക്ഷിയുടെ ചിത്രം, അതായത് യക്ഷിയുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പം വരച്ചിട്ട് എഴുന്നേറ്റപ്പോൾ യക്ഷിയൊപ്പം ഇറങ്ങി വരുന്നതായിട്ട് ചിത്രകാരന് തോന്നിയെന്നൊക്കെ ഒരു കുറേ കഥകളൊക്കെ ഉണ്ട്. ആദ്യത്തെ ചിത്രം. പിന്നെ നരസിംഹത്തിൻ്റെ ചിത്രമുണ്ട്. അതുപോലെ ത്രിവിക്രമൻ്റെ വളരെ 3 സൈഡും വളരെ ഫെയ്ഡായിട്ട് എല്ലാം ഫെയ്ഡായി പോയിട്ട് ഞങ്ങളത് പുതുക്കി വരച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുമ്പം, രീതിയോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത രീതി എന്ന് ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊട്ടേഷൻ വിളിക്കുക. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല, മിടുക്കരായ ആൾക്കാർ. ഇപ്പം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ബോംബെ എയർപോർട്ടിൽ ചിത്രം വരയ്ക്കാൻ. അത് ഈ രാജീവ് സേത്തി, അന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിത്രം വരച്ച് ആ രാജീവ് സേത്തി തന്നെ അത് ക്യൂറേറ്റ് ചെയ്ത് ഇന്ത്യയിലെ 150ഓളം ആർട്ടിസ്റ്റുകളെ ഇൻവൈറ്റ്. അവർ ആർട്ടിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇതുപോലെ കൊട്ടേഷൻ വിളിച്ചിട്ടല്ല. അവർ ആർട്ടിസ്റ്റുകളുടെ സെലക്ഷൻ ഒരു പാനൽ വെക്കും, സീനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവർ ഒരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഒരു സൃഷ്ടി നടത്തുന്നതിനും അങ്ങനെ തന്നെ ഉണ്ടല്ലോ, കൊട്ടേഷൻ വിളിച്ചിട്ട് കൊട്ടേഷൻ കൾച്ചർ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതെ, പിന്നെ വളരെയധികം സ്ഥലത്ത് എനിക്കൊന്ന് മെട്രോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കൊട്ടേഷൻ വിളിക്കും. അപ്പം എനിക്കൊന്ന് നല്ല ആർട്ടിസ്റ്റിന് സ്ക്വയർ ഫീറ്റിന് നല്ല റേറ്റ് ആയിരിക്കും. സുരേഷ്, ഈ പഠനത്തിനും പുറത്തുള്ള വർക്കുകൾക്കൊക്കെ ശേഷം ഗവൺമെന്റ് സർവീസിലേക്കാണ് പിന്നീട് വന്നതല്ലേ? വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ മ്യൂറൽ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു അവിടെ എത്തിപ്പെട്ടത്? അവിടെ എത്തിപ്പെട്ടത് എന്തോ, ഞാൻ ആ സമയത്ത് ഒരു പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. അതായത് ആറന്മുളയിൽ ഒരു ചുവർച്ചിത്ര കലാകാരനെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത്, അങ്ങനെ എനിക്ക് അത് കുറേ അധികം പേര് ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അതൊരു സുരേഷ്. അതെ അതെ, മമ്മീരാജന്റെ ശിഷ്യൻ തന്നെ ആയിരുന്നു. അപ്പം അദ്ദേഹം അങ്ങനെ പാരീസിലേക്ക് പോയി. അപ്പം ആ ഒരു ഒഴിവിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഗുരുകുലത്തിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് ആ കാലത്ത് ഡയറക്ടറായിരുന്ന ശ്രീ ടി.എൻ. സുരേഷ്, അതൊരു സുരേഷ്. അതെ അതെ അതെ, അദ്ദേഹമായിരുന്നു. പക്ഷേ ഞങ്ങള് ഒത്തിരി മാറ്റങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നു. ടി.എൻ. സുരേഷ് ആയിരുന്നല്ലോ ഈ വാസ്തുവിദ്യാ ഗുരുകുലം ഇവിടെ തുടങ്ങുന്നത് തന്നെ. അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവിലായിരുന്നു. അതെ അതെ അതെ. എന്തോ ഈ സ്ഥാപനത്തിൽ വന്ന ശേഷം ഞങ്ങൾ ഒത്തിരിയധികം മാറ്റങ്ങൾ ചുവർച്ചിത്രയിൽ കൊണ്ടുവന്നു. അതായത് കല എപ്പോഴും മാറ്റത്തിന് അനിവാര്യമാകുന്ന ഒരു വിഷയമാക്കി കൊണ്ടുവന്നത് ഈ ഗുരുകുലമാണ്.
ഉദാഹരണത്തിന് രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു ഗാന്ധിജിയുടെ ചിത്രം, അത് വലിയൊരു മഹാസംഭവമായിരുന്നു. അതായത് ഈശ്വരന്മാരെ നമ്മൾ ചുവർച്ചിത്രകലയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം മഹാത്മാഗാന്ധിയെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ചുവർച്ചിത്രകലയിൽ കൊണ്ടുവന്നു. അന്ന് വളരെയധികം വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതെ ഹിന്ദുവിൽ അത് വാർത്ത കൊടുത്തിരുന്നു. വാർത്ത അതൊരു ചുവർച്ചിത്രകലയിൽ ഒരു ചരിത്രത്തിന്റെ ഒരു മാറ്റമായിരുന്നു, വലിയൊരു മാറ്റമായിരുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരാൾ പ്രസിഡന്റ് ആവുന്നത് ശ്രീ KR നാരായണൻ. പ്രസിഡന്റ് ആകുമ്പോൾ ഒരു രഥത്തിലേറി പോകുന്ന, വെള്ളക്കുതിരകളെ പൊട്ടി രഥത്തിലേറി പോകുന്ന, നമുക്ക് ഒരു പാരമ്പര്യം ഊന്നിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് അത്. ആ ഒരു വിഷയം വെച്ചുകൊണ്ടൊരു ചിത്രം വരച്ചു. സത്യം പറഞ്ഞാൽ വാസുവിദ്യാ ഗുരുകുലത്തിന് ചുവർച്ചിത്രകലയിൽ കേരളത്തിലൊരു എന്താ പറയുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇത് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ചിത്രങ്ങളൊക്കെ. അതിന് ശേഷമാണ് ലാസ്റ്റ് സപ്പർ ഒക്കെ മഹാസംഭവമായിരുന്നു. ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോ ഒക്കെ കൈവച്ച ഒരു വിഷയമാണ്. അതിനെ നമ്മൾ ചുവർച്ചിത്രകലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനിത് അന്നത്തെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ചില അച്ഛന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടുള്ള ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ടേബിളിന്റെ ഒരു വൺ സൈഡിൽ ഇരുന്നിട്ട് ഒരു ഡിന്നർ കഴിക്കുന്ന പോലെ. അത് തന്നെയല്ല, നമ്മുടെ ചുവർച്ചിത്രകലയുടെ സാങ്കേതികത്വത്തിൽ നമ്മളിപ്പം പറയില്ലേ, സ്വഭാവം അനുസരിച്ച് കളർ മാറും. ഒരു കേരള ടച്ച് കൊടുത്തു. അതായത് ഈ മ്യൂറലിന്റെ പ്രത്യേകത, ഓരോ ക്യാരക്ടറിനും ഓരോ കളറുകളുണ്ട്. അത് നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കും, എന്റെ നിറം മാറും, അല്ലെ നിന്റെ നിറം മാറി എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ അത് പാരമ്പര്യമായിട്ട് ഇപ്പൊ നമുക്കറിയാം, കഥകളിയിൽ കരിവേഷം, പച്ചവേഷം, അങ്ങനെയൊക്കെ ഓരോ വേഷങ്ങളുണ്ട്, വെള്ളത്താടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ചുവർച്ചിത്രകലയിലും ഓരോ ഗുണങ്ങളുണ്ട് സ്വഭാവത്തിന്. അപ്പം ഞാൻ കൊടുത്തത്, ക്രിസ്തുവിന് കൊടുത്തത് സൃഷ്ടികർത്താവിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ നിറവാണ്, അത് സ്വർണ്ണ നിറം. അതുപോലെ യൂദാസിന് കൊടുത്തത് ഒരുപക്ഷെ രാവണന്റെ നിറവോ അങ്ങനത്തെ ഒരു നിറവോ. അങ്ങനെ ഓരോ ജേക്കബിന് കൊടുത്തത്, ഏറ്റവും പ്രായമുള്ള ആളിന് കൊടുത്തത് ദക്ഷിണാമൂർത്തി ഗുരുവിന്റെ സ്ഥാനം, അങ്ങനെ എങ്ങേഴ്സ് ആയിട്ടുള്ള വേറൊരു നിറം, അങ്ങനെ പല നിറങ്ങൾ കൊടുത്ത് നമ്മുടെ ട്രഡീഷണൽ ചില മോട്ടീവ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന്. അത് ആ ടേബിളിൽ വിരിച്ചിരിക്കുന്ന തുണി, വീരാളിപ്പട്ട്. ഏറ്റവും രസകരമായ സംഭവം, അന്ന് ഈ ചിത്രം ഏറ്റുവാങ്ങാൻ വേണ്ടി കർദിനാൾ വന്നപ്പം പുള്ളി ചിത്രം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയതിന് ശേഷം പെട്ടെന്ന് ക്രിസ്തുവിന്റെ മുകളിലുള്ള തട്ടിന്റെ മേളിലൊരു പല്ലിയെ കണ്ടിട്ട് ചോദിച്ചു, ഇതെന്താ പല്ലി? അപ്പം നമ്മൾ പറഞ്ഞ് അത് ഭാരതത്തിൽ ഗൗളി ശാസ്ത്രമുണ്ട്, അരുതാത്ത ഒരു കാര്യം നടക്കുമ്പോൾ ഇത് ശബ്ദം ഉണ്ടാക്കും. അപ്പം ഈ പല്ലി ശബ്ദിച്ചു എന്നുള്ള ഇത് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ആർട്ട് ഹിസ്റ്റോറിയൻസ്, ഇപ്പം നമുക്കറിയാം മൊണോലിസയുടെ ചിരിയെ പറ്റിയൊക്കെ, പിന്നെ അത് വരച്ച സമയത്തല്ല, ചിത്രകാരനും ഒക്കെ മരിച്ചതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ നിരൂപകന്മാർ പിന്നീട് എക്സ്പ്ലനേഷൻസ് വരുന്നത്. അതെ, അപ്പം ഇതും കുറെ കാലം കഴിഞ്ഞാൽ ഇതിനകത്തൊരു പല്ലി മതി, അത് ഏത് രാജ്യത്താ വരച്ചതെന്ന്. അല്ല, അല്ലെങ്കിൽ തന്നെ ഇത് കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ. അതെ അതെ. അപ്പൊ അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു മാർക്ക്. അതേപോലെ ആ പല്ലി നമ്മുടെ ഒരു മിത്തായിരുന്നു. ആ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഒരു രസകരമായിട്ടും ഒരു അത്ഭുതമായിട്ടും തോന്നിയ ഒരു വിഷയം, എനിക്ക് തോന്നിയതാ പെട്ടെന്ന് അത് വരയ്ക്കണം. ഒബാമ ഇന്ത്യ സന്ദർശിച്ചു. അപ്പോൾ ഒബാമയുടെ ചിത്രം നമ്മുടെ മണ്ണും കല്ലും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തൊടിയിൽ നിന്ന് നീലമരിയുടെ ചെടി പറിച്ചൊരു അമേരിക്കൻ പ്രസിഡന്റ് ചിത്രം വരയ്ക്കുന്ന അതിന് വേറെ ഒത്തിരി പശ്ചാത്തലമുണ്ട്. അതായത് നമ്മുടെ നാടിന്റെ ഒരു മണവും കൂടി ആ ചിത്രത്തിനുണ്ട്. അത് റെഡ് ഫോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആ ചിത്രം നമ്മൾ വരച്ചത്, അത് വൈറ്റ് ഹൗസിൽ കൊണ്ടുപോകേണ്ട ചിത്രമായിരുന്നു. അത് ഒരു ചരിത്ര സംഭവമായിരുന്നു. അങ്ങനെ ഈ ഗുരുകുലത്തില് ചുവർച്ചിത്രകലയിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടി അതിന്റെ ഭാഗമായാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 പതിറ്റാണ്ട് അതെ അതെ ഗുരുകുലം ഒരുപാട് ഫ്ലറിഷ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. PN സുരേഷിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. സുരേഷ് നീണ്ട 26 വർഷത്തിന് ശേഷം വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് VRS എടുത്ത് പുറത്തു പോവുകയായിരുന്നു. കൂടുതൽ വർക്ക് കലയിൽ പ്രവർത്തനം നടത്താനാണ് ഞാൻ VRS എടുത്തത്. എനിക്ക് തോന്നുന്നു പിന്നീടാണ് പെയിന്റിംഗ് എക്സിബിഷൻസിലേക്ക് കൂടുതൽ വ്യാപൃതനാകുന്നു. അതെ അതെ അതെ, വളരെയധികം എക്സിബിഷൻ. അതായത് ഒന്ന് ബോംബെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ, ജഹാംഗീറിൽ വെച്ചൊരു എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഏതൊരു ചിത്രകാരന്റെയും ജീവിതാഭിലാഷമാണ്. ഇപ്പൊ നമ്മളൊന്ന് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് 5 വർഷം കഴിഞ്ഞൊക്കെ ഒരു ഡേറ്റ് കിട്ടുന്നുള്ളൂ. പക്ഷെ എനിക്കെന്തോ ഒരു ഭാഗ്യത്തിൻ്റെ ഡേറ്റ്, ഒരു ക്യാൻസലേഷൻ ഡേറ്റ് കിട്ടി. അങ്ങനെ അവിടെ വെച്ച് ഷോ ചെയ്ത് വളരെ, അത് ദേവിക പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദുസ്ഥാനി സിംഗർ അത് വന്ന് ഓപ്പണിങ് ചെയ്ത് നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബോംബെയിലും ഡൽഹിയിലുമായിട്ട് വീണ്ടും ഈ 2 വർഷത്തിലൊരു 3-4 ഷോ എനിക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ കലയെ മറ്റുള്ളവർ എന്തുമാത്രം അഭിമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. എൻ്റെ ഒരു വലിയൊരു അഷ്ടഗണപതിയുടെ ഒരു ചിത്രം, വലിയ കൂറ്റനൊരു ചിത്രമായിരുന്നു. ആ ചിത്രം ഞാൻ 2 എണ്ണം വരച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചിത്രം ഇന്ത്യയിലെ ഒരു വലിയൊരു കോർപ്പറേറ്റ് ഒരാളുടെ ഒരു വിവാഹ ചടങ്ങ് ജാംനഗറിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പം ആ ചടങ്ങിൽ അവർ ഈ വെളിയിൽ നിന്ന് ഒത്തിരി VVIPകൾ, നമുക്കറിയാം വലിയ വലിയ ആൾക്കാർ, ബിൽഗേറ്റ്സ് വരെ ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അതിലവർ കേരളത്തിൽ നിന്നൊരു കലാരൂപം പ്രദർശിപ്പിച്ചാൽ, കേരളത്തിൽ നിന്നല്ല 14 സ്റ്റേറ്റിൽ നിന്ന് ഓരോ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചവർ, 14 സ്റ്റേറ്റിൻ്റെ പാരമ്പര്യ ചിത്രങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അതിൽ ഒരു ചിത്രം സെലക്ട് ചെയ്ത എൻ്റെ ഒരു ചിത്രമാണ്. ഒരു 15 അടി നീളവും ഒരു 8 അടി വീതിയുള്ള ഒരു വലിയ ചിത്രമായിരുന്നു അഷ്ടഗണപതിയുടെ. അപ്പം ഈ ചിത്രം സെലക്ഷന് വേണ്ടി തന്നെ അവരൊരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു 4-5 പേര് ബോംബെയിൽ നിന്ന് അവിടെ എൻ്റെ വീട്ടിൽ വരികയും ആ ചിത്രം കാണുകയും അവർ ആ ചിത്രത്തിനെ പറ്റി കുറേ നോട്ട്സ് തയ്യാറാക്കി കോർപ്പറേറ്റ് അവരുടെ മേളത്തിന് അയക്കുകയും അവരത് അപ്രൂവൽ ചെയ്തതിന് ശേഷം മാത്രമായി ഈ ചിത്രം കൊണ്ടുപോയത് തന്നെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ജ്വല്ലറി കൊണ്ടുപോകുന്നൊരു കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് താങ്കൾ താമസിക്കുന്ന ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറയുന്ന ഒരു കലയെ അവർ എന്തുമാത്രം മഹത്വം കാണുന്നു എന്നുള്ള ഒരു രീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആറന്മുളയാണ് എൻ്റെ ലൊക്കേഷൻ. അപ്പം പറഞ്ഞ് ഞങ്ങളുടെ കൊറിയർ നിങ്ങളുടെ ആ റോഡിൽ വരത്തില്ല, മെയിൻ റോഡിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എത്തിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ എത്തി നോക്കിയപ്പം വെപ്പണൊക്കെ ഉള്ള വലിയൊരു കൊറിയർ കമ്പനിയാണ്. അവർ വന്നിട്ട് പുറയിലത്തെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ റിമോട്ട് കൺട്രോൾ വെച്ച് എൻ്റെ ഡോർ തുറന്നു. ഈ ചിത്രം എടുത്ത് അതിനകത്ത് വെച്ചപ്പോൾ ഞാൻ ആ വണ്ടിയിലേക്ക് നോക്കിയപ്പം ജ്വല്ലറികളുടെ ബോക്സുകൾ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പം ജ്വല്ലറികൾക്ക് കൊണ്ടുപോകുന്ന ഒരു കൊറിയർ സർവീസിൽ ഒരു പെയിൻറ്റിങ് എൻ്റെ ഒരു ചിത്രവും കൂടെ അതിനകത്ത് വെച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പം ആ ചിത്രത്തിന് എന്തുമാത്രം മഹത്വം. ആ ചിത്രം അവിടെ വളരെ മനോഹരമായിട്ട് ഒരു എക്സിബിറ്റ് ചെയ്ത്. അപ്പം അങ്ങനെ സെയിലൊന്നുമില്ല, ആൾക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം. എവിടെയാണിത്? ജാംനഗറിൽ ഒരു എക്സിബിഷൻ ഹാള് തന്നെ അവിടെ ഉണ്ടാക്കി. എൻ്റെ കലയെ ബഹുമാനിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈ കലയെ നമ്മൾ കാണുന്ന പോലെ ഇപ്പം JSW ജിന്തൽ സ്റ്റീലിന്റെ അവരുടെ ഒരു കൾച്ചർ സെന്റർ ഉണ്ട് ഹംപിയിൽ. എന്തായിരുന്നു വരച്ചിരുന്നത്? അവിടെ വരച്ച ഹംപിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നമുക്കെല്ലാം അറിയാവുന്ന അദാനി ഗ്രൂപ്പ്. അവരുടെ ഒരു വീടുണ്ട് കർണാവതി ക്ലബ്. എനിക്ക് തോന്നുന്നൊരു 35 ഏക്കറിൽ ഒരു ഡബിൾ സ്റ്റോർ ബിൽഡിങ്ങാണ്. അപ്പം ഞാൻ അതിനകത്ത് ചെയ്ത ഞങ്ങൾ 4 സ്റ്റേറ്റുകാർ കൂടിയിട്ട് ഒരു വർക്ക് ചെയ്ത്. അതായത് കൃഷ്ണൻ്റെ സ്റ്റോറിയാണ്. ഞാനിപ്പം താഴെ നിന്ന് കൃഷ്ണൻ്റെ ലീലകൾ വരച്ച് ഒറീസക്കാരൻ അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് 2nd ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 4 പേര് ചേർന്നിട്ട് ലൈക്ക് ഒരു ഇൻസ്റ്റലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ബിനാലയിലൊക്കെ വെക്കുന്ന ഇൻസ്റ്റലേഷൻ അല്ലേ, അതേപോലെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില അവസരങ്ങൾ അവരൊക്കെ സത്യം പറഞ്ഞാൽ കലയെ നല്ല രീതിയിലാണ് കേട്ടോ അവർ കാണുന്നത്. അവരവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്ത്, പ്രീതി അദാനിയൊക്കെ അവിടെ വന്ന്, ഈ യുവ അദാനിയുടെ വൈഫൊക്കെ അവിടെ വന്ന് ഞങ്ങൾ അവിടെ ഒരു ചെയറിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പം ഫുൾ ടൈം ഇരിക്കുമെന്ന് അവർ വന്ന് അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു. എത്ര എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ടാവണം ഇതിനോടകം 15ഓളം സോളോ ഷോ ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ വളരെയധികം ഗ്രൂപ്പ് ഷോ, അത് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട് വളരെ കൂടുതലായിട്ടും ഷോ ചെയ്തിട്ടുള്ള ഞാൻ ഇന്ത്യ ഹാബിറ്റാറ്റ് സെൻ്ററിൽ വെച്ചാണ്. അവിടുത്തെ വിഷ്വൽ ആർട്ട് ഗാലറി ഉണ്ട്, വളരെ നല്ലൊരു സ്പേസാണ് അത്. അവിടെ വെച്ച് കുറേ അധികം ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോ എൻ്റെ ഓപ്പൺ ചെയ്ത് അബ്ദുൽ കലാം പ്രസിഡൻ്റായിട്ട് ഇരുന്ന സമയത്ത് ആ ജയാ ജെറ്റ്ലി സംഘടിപ്പിച്ചൊരു ഷോ ആയിരുന്നു. അപ്പോൾ അത് ഒരു ആർട്ട് പ്രോജക്റ്റ് ഉണ്ട്. അതായത് നമ്പർ 3 കൃഷ്ണമേനോൻ മാർഗിൽ ഓരോ ആർട്ടിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ 20 ദിവസം താമസിച്ച് ഓരോ ആർട്ട് വർക്ക് ചെയ്യുക. ആ പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തു. ആ സമയത്താണ് എക്സിബിഷൻ നടത്തിയത്. അങ്ങനെ നല്ല നല്ല കുറേ എക്സിബിഷൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള എക്സിബിഷൻസ് എവിടെയൊക്കെയായിരുന്നു? അതെ, ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്, ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ UK, ജപ്പാനിലെ ഗ്രാൻഡ് ഹയാത്തിൽ അതൊരു ബാംബുവിൻ്റെ സ്റ്റോറിയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തത്. ബാംബുവിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ജപ്പാനിലൊക്കെ ഈ വെഡ്ഡിങ് ഒരു വലിയൊരു ആഘോഷമാണ്. അപ്പോൾ അവരുടെ ഒരു വെഡ്ഡിങ് ഹാളുണ്ട്. വെഡ്ഡിങ് ഹാളിൽ ബാംബു അവരുടെ സ്റ്റോറി. ജപ്പാനിൽ നമുക്കറിയാം ബാംബുവിൻ്റെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ള പ്രോപ്പർട്ടീസൊക്കെ ഈ ടേബിളുകളൊക്കെ ഉള്ള. അപ്പോൾ ഈ ഒരു ഹാളിൽ അവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു മ്യൂസിഷ്യൻ ബാംബു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചൊരു മ്യൂസിക് കമ്പോസ് ചെയ്തു. എന്നിട്ട് ആ ടേബിളുകളിൽ വെച്ചേക്കുന്ന പൂക്കൾ ബാംബുവിൻ്റെ ഫ്ലവേഴ്സ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും എൻ്റെ ചിത്രങ്ങളാണ്. അതായത് പല കാലഘട്ടം, നമ്മൾ ഗ്രീഷ്മം, വസന്തം, ശിശിരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ബാംബുവിൻ്റെ ലൈഫ് സ്റ്റോറീസ്. അതാ ഞാൻ ആ ഹാളിൽ 10-15 ചിത്രങ്ങളായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ബാംബുവിൻ്റെ സംഗീതവും ബാംബുവിൻ്റെ ആ ഫർണിച്ചറും ഇതെല്ലാം കൂടെ, അത് എനിക്ക് വലിയൊരു ജപ്പാനിൽ ചെയ്തിട്ടുണ്ട്. തീം ബേസ്ഡാണ് അതൊക്കെ ചെയ്തത്, തീം ബേസ്ഡാണ്. ഈ പിക്കാസോയുടെയൊക്കെ ഒറിജിനൽ പെയിന്റിങ്സ് കണ്ടു. പിന്നെ ഞാൻ സ്പെയിനിൽ പിക്കാസോ മ്യൂസിയത്തിൽ പോയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്, നമുക്കറിയാം ഇപ്പം ഇവിടുത്തെ പല ആധുനിക ചിത്രകാരന്മാരും ഇപ്പം പാരമ്പര്യ കലകൾ, അതായത് നോക്കിയിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ചില കലാകാരന്മാരുണ്ട്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ പാബ്ലോ പിക്കാസോ പോലുള്ള ആൾക്കാരെ കണ്ടു പഠിക്കണം. അതായത് അദ്ദേഹം ആൾത്താമിറാസ് എന്ന് പറഞ്ഞൊരു സ്പെയിനിലെ കേവ്സ് ഉണ്ട്, അവിടുത്തെ കുറേ ചിത്രങ്ങൾ അദ്ദേഹം കോപ്പി ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ട്രഡീഷണൽ ആർട്ടിൻ്റെ ഒരു എനർജി ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ളവർ കാണുന്ന അദ്ദേഹം ലാസ്റ്റ് ചെയ്ത് പിന്നെ അതായത് ഗൂർണിക്ക പോലുള്ള ചിത്രങ്ങൾ ഇവിടെ ഉള്ളവർ കാണുന്നത്. പക്ഷെ അതല്ല, അദ്ദേഹം അതിൻ്റെയൊക്കെ ഒരു എനർജി വന്നത് പാരമ്പര്യ ചിത്രകലകളിൽ നിന്ന്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ കൊച്ചി ബിനാലെ വളരെയധികം ഇന്ത്യൻ ലോകത്തിലെ ചിത്രകാരന്മാർ വരുന്നത്, തൊട്ടടുത്ത് മട്ടാഞ്ചേരി പാലസിലെ ചുവർ ചിത്രങ്ങളുണ്ട്. എത്ര പേര് ഇത് കാണുന്നുണ്ട്? പക്ഷേ അവിടെ കണ്ട ചിത്രകാരന്മാരുണ്ട്. അമൃത ഷെർഗിൽ എന്ന് പറയുമ്പം, അമൃത ഷെർഗിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അമൃത ഷെർഗിലിൻ്റെ ഒരു പെയിൻറ്റിങ്
കൽക്കട്ടയിൽ ഒരു ഫ്രെയിമറുടെ ഷോപ്പിൽ അകത്ത് വെക്കാൻ സ്ഥലമില്ലാതെ പുറത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചിരുന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊടുത്തു. ആ സാധനം ക്രിസ്റ്റീസിൽ എത്രയോ കോടി രൂപയ്ക്ക് ഓപ്ഷനിൽ പോയത്. അപ്പോൾ അതിൻ്റെ മൂല്യം വെക്കേണ്ട സ്ഥലത്ത് വരുമ്പം മൂല്യമുണ്ട്. പക്ഷേ അമൃത ഷെർഗിലും എഴുതിയിട്ടുണ്ട്, അമൃത ഷെർഗിലിൻ്റെ ചിത്രങ്ങളിലെ ആ രേഖകളുടെ എനർജി വന്നത് മട്ടാഞ്ചേരി ചിത്രങ്ങളിലെ ചുവർ ചിത്രങ്ങളിൽ നിന്നാണെന്ന്. അങ്ങനെ കുറേ അധികം എ രാമചന്ദ്രൻ, അതുപോലെ തന്നെ നന്ദലാൽ ബോസ്, അത് ജാമിനി റോയ്, ഇവരൊക്കെ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യ ചിത്രങ്ങളുടെ ഒരു എനർജി ഉൾക്കൊണ്ട് ചിത്രം വരച്ച ആൾക്കാരാണ്. ശാരദ ഉകിൽ, കുറേയധികം ചിത്രകാരന്മാരുണ്ട്. സുരേഷിന്റെ ചിത്രങ്ങളെല്ലാം ഈ മ്യൂറൽ സ്റ്റൈലിലുള്ളത് തന്നെയാണ്. അതെ അതെ, എല്ലാം ഒന്നും വേറിട്ട് വരച്ചിട്ടില്ല. ഇല്ലില്ല, മ്യൂറൽ സ്റ്റൈൽ. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, ഞാൻ എൻ്റെ കുട്ടനാട് കാമിയോസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഗുരുവായൂർ ഒരു 5 വർഷം ഒരു ഭക്തിസാന്ദ്രമായ സ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക്, അതായത് തോടുകളും വള്ളങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചെത്തുകാർ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് സൂളം വിളിക്കുകയും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പം ഉണ്ടാകുന്ന മാറ്റം, അതെങ്ങനെ നമ്മുടെ ഈ പാരമ്പര്യ കല അതിനകത്ത് രണ്ടും കൂടെ മെർജ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവ്. ഞാനവിടെ ഒരു ചിത്രം വരച്ചത്, അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിൽ, ഒരു സാധാരണ ലോക്കൽ ആൾക്കാരാണ് ഞാൻ വരച്ചേക്കുന്നത്. നീല നിറത്തിലെ ഒരു കൃഷ്ണൻ ലുങ്കി കൊടുത്തിട്ട് ഒരു തെങ്ങിൻ്റെ തോണ്ട് സൈഡിലുള്ള തെങ്ങിൽ ചാരി നിന്ന് ഓടക്കുഴൽ വായിക്കുന്നു. അപ്പം തോഴിമാർ, രാധ ഉൾപ്പെട്ട തോഴിമാർ വള്ളത്തേൽ പൈപ്പ് വെള്ളം നിറച്ച്, നമുക്ക് കുട്ടനാട് കാണുന്നൊരു സീൻ, അതായത് മൺകുടങ്ങളും വെച്ചിട്ട് പൈപ്പ് വെള്ളം എടുക്കാൻ ഇങ്ങനെ തോടുകൾ ക്രോസ് ചെയ്യുന്ന ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ സ്ത്രീകളെ കണ്ട രാധമാരായിട്ടും അവിടുത്തെ ചിത്തുകാരനെ അല്ല ഒരാളിനെ കണ്ട കൃഷ്ണനുമായിട്ടാണ്. അങ്ങനെ നമുക്ക് വരച്ചു കൂടെ. അപ്പോൾ അങ്ങനെ കുറേയധികം ചിത്രങ്ങൾ ഞാൻ വരച്ചു. കുട്ടനാടാണ്. അതെ അതെ അതെ. മീര നെയ്യർ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഡയറക്ടർ, ന്യൂയോർക്ക് ബേസ, അവരുടെ ബ്രദർ വാങ്ങിച്ച ഒരു ചിത്രമുണ്ട്, എൻ്റെ ചിത്രം ഉരു എന്ന ചിത്രത്തിൻ്റെ പേര്. ആ ചിത്രത്തിൽ വരച്ച ഞാൻ കോഴിക്കോട്, നമുക്കറിയാം കോഴിക്കോട് ഉണ്ടാക്കുന്ന ഒരു പഴയ കാലങ്ങളിൽ അറബി രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് സ്പൈസസ് ഒക്കെ കൊണ്ടുപോയിരുന്നേ, ആ ഉരു വിഷയമാക്കി ഞാനൊരു ചിത്രം വരച്ചു. പക്ഷേ ഞാൻ വരച്ച ആ ഉരുവിൻ്റെ ബാൽക്കണിയിൽ നല്ല കാറ്റൊക്കെ കൊള്ളുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മുടെ ബഷീർ ഗ്രാമഫോണിലെ പാട്ടുമൊക്കെ കേട്ട് ഒരു കയ്യിൽ ബീഡിയും പുകച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നയാൾ ആ ഉരുവിൽ വരച്ച. പക്ഷെ ആ ഉരുവിന്റെ മറ്റു ഭാഗങ്ങൾ, അതിന്റെ ബാൽക്കണിയിൽ യോഗ ചെയ്യുന്ന ചില മുനിമാര്, അതായത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുത്തുകാരെ കൊണ്ടുവന്ന് പല കാലഘട്ടങ്ങളിലെ നമ്മുടെ മുകുന്ദിന്റെ ഒക്കെ കഥയിലെ പോലുള്ള പല കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളെ ആ ഉരുവിലേക്ക് ഞാൻ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ആ ചിത്രം അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുമാരനാശാന്റെ കൃതികളെ ആസ്പദമാക്കിയിട്ട് ഞാൻ ലീല എടുത്തൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസിക്കൽ ശാകുന്തളം, വിക്രമോർവശിയും ഒക്കെ ചിത്രമാക്കിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടിലുള്ള വിഷയങ്ങളെ എങ്ങനെ മ്യൂറലിലേക്ക് സന്നിവേശിപ്പിക്കാം. അപ്പം അതിൻ്റെ അങ്ങനെ നമ്മൾ സന്നിവേശിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇതിൻ്റെ കളർ സ്കീമാണ്. വേറൊരു ചിത്രകാരനും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലൊരു കളർ സ്കീമും ഒരു രേഖാപ്രാധാന്യവും ഒക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ആനയെ കുളിപ്പിക്കുന്നൊരു ചിത്രമുണ്ട്, നമ്മുടെ ആമ്പൽക്കുളത്തിലിട്ട് ആന കുളിപ്പിക്കുന്നൊരു ചിത്രം. ആ ചിത്രം ഞാൻ ആദ്യം ഒരെണ്ണം വരയ്ക്കുന്നത് ബാഴ്സലോണയിൽ ഒരു 25 ദിവസം ഒരു വർക്ക്ഷോപ്പിൽ പോയി. അന്ന് ഒരു ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പോയി. അതിനകത്ത് ഇന്ത്യൻ ടീമിൽ സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നു, പണ്ഡിറ്റ് രവിശങ്കർ, അങ്ങനെ വലിയ വലിയ ടീം. 2004 അവിടെ പോകുന്നത്. അപ്പം അവിടെ പോയിന്ന് ഞാനൊരു ആമ്പൽക്കുളത്തിലൊരു ആനയെ കുളിപ്പിക്കുന്ന ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഹൊമേറോ വന്നിട്ട് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ രാവിലെ മുതൽ ഒരു വൈകോളം അയാൾ അവിടെ ഇരുന്ന്, എന്നിട്ട് എനിക്കൂടുള്ള ഫുഡ് അയാൾ ഓർഡർ ചെയ്തിട്ട് അവിടെ ഒരു ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു കഥകളിയോ സംഗീതമോ കാണുന്ന പോലെ ചിത്രം വരയ്ക്കുന്നത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വായിക്കുക എന്ന് പറയും. ചിത്രം വായിക്കുക, നോക്കി വായിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം തന്നെ ചിത്രം വാങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കലയൊക്കെ ശരിക്കും അവർ ബഹുമാനിക്കുന്നുണ്ട്. അതിലേക്ക് അവർ നോക്കുമ്പം അവർ ചിലപ്പോൾ ഒരുപക്ഷെ മട്ടാഞ്ചേരി കൊട്ടാരോ കൃഷ്ണപുര കൊട്ടാരോ കണ്ടിട്ടുണ്ടോ, അതുമായിട്ട് സാമ്യമുള്ള ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് നാട്ടിലെ ചിത്രമാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ കാണുമല്ലോ ഇങ്ങനെ പെൻസിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി ഒരു മെഷർമെൻ്റ് ഒക്കെ എടുക്കുകയാണ്. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിപ്പം നമ്മുടെ ഭാവനയാണ് ഒരു ശൈലി എന്ന് പറയുമ്പം. ഇപ്പം ചുവർ ചിത്രകലകളിലും ചിലരൊക്കെ ഇങ്ങനെ സ്കെയിലൊക്കെ വെച്ച് ചിത്രം വരയ്ക്കാറുണ്ട്. ഞാനൊക്കെ അതിനോട് ഭയങ്കര എതിർപ്പാണ്. അപ്പോൾ ആ ചിത്രകാരൻ്റെ ഐഡന്റിറ്റി അല്ലെ ശൈലി നഷ്ടപ്പെടുക. അളവുകളൊക്കെ നമ്മുടെ തലയ്ക്കുള്ളില്ല, അത് നമ്മുടെ വിരൽത്തുമ്പിലൂടെ വരുമ്പോഴൊരു ചിത്രം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ശൈലി രൂപാന്തരപ്പെട്ട്, അതുകൊണ്ടാണ് തൊടിക്കളം മുതൽ പത്മനാഭപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ചുവർ ചിത്രം നോക്കുമ്പം വ്യത്യസ്തമായിട്ടിരിക്കുന്ന മുഖച്ഛായ. ഇപ്പം ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിലെ മുഖച്ഛായ ഞാൻ വരച്ചു തന്നെയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും, പേരെഴുതാതെ. അവിടെ അതെ, ഒരു മെഷർമെന്റ് വെച്ച് വരയ്ക്കുമ്പോൾ എല്ലാവരും വരയ്ക്കുന്ന ചിത്രങ്ങൾ ഒരേപോലെ ഇരിക്കും. എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുമ്പം സഹ്യൻ്റെ മകൻ അറിയാമല്ലോ, വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിത. അതിനകത്ത് കുറച്ച് ചിന്തിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഞാനൊരു ചിത്രമാക്കിയിട്ടുണ്ട് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ. അതേപോലെ തന്നെ മാമ്പഴം
മാമ്പഴവും അത് ഇപ്പോഴും അവിടെ ആ ചിത്രം അവിടെ ഉണ്ട്. ലളിതകലാ അക്കാദമി ഗാലറിയുടെ ഫ്രണ്ടിൽ ആ ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, നാട്യശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി അതല്ല നൃത്തത്തിലെ 108 കരണങ്ങൾ അവിടെ വരച്ചിട്ടുണ്ട്. അതാരും ചിത്രങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വർക്കല, ബിഷൻ വർക്കല എന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ആശയത്തിലുണ്ടായ ഒരു കൾച്ചർ സെൻ്റർ ഉണ്ട്. അവിടെ കളരിപ്പയറ്റിൽ നമുക്കറിയാം തെക്കൻ കളരിയും വടക്കൻ കളരിയും എന്നുണ്ട്. ആ 2 വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെ ഈ കളരിയിലെ അടവുകൾ അതിനെപ്പറ്റിയൊക്കെ കുറേ ചിത്രം, കളരിപ്പയറ്റിനെ പറ്റി വലിയ കുറേ മ്യൂറൽസ് ചെയ്ത് വർക്കലയിൽ ചെയ്തു. ഇപ്പോൾ ഈ ആനിമൽസിനെയൊക്കെ അനുകരിക്കുന്നുണ്ടല്ലോ കളരിയിൽ. അപ്പോൾ ആ കളരി ചെയ്യുന്ന ആളുടെ ഉള്ളിൽ ആ ആനിമൽസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് വിവാഹം കഴിക്കാൻ മറന്നില്ലല്ലോ അല്ലേ? ഇല്ല, വിവാഹമൊക്കെ കഴിച്ചു. 98-ലായിരുന്നു വിവാഹം. എനിക്കൊന്ന് ആറന്മുള ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞായിരുന്നു എൻ്റെ വിവാഹം. വിവാഹം കഴിച്ച് 2 മക്കളാണ്. സോനം എന്നാണ് വൈഫിൻ്റെ പേര്. വൈഫിൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ തങ്ക പെയിൻറ്റേഴ്സ്, ഭൂട്ടാനിലെ തങ്ക പെയിൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഭൂട്ടാൻ അമ്മ. അപ്പോൾ അവർ എനിക്കൊന്നൊരു 75 വർഷം മുമ്പ് പാരീസിലൊക്കെ പോയി തങ്ക പെയിൻറ്റിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്തവരൊക്കെ അവരുടെ ഫാമിലിയിലുണ്ടായിരുന്നു. മോള് RLBയിൽ വന്നിപ്പം ജോയിൻ ചെയ്ത് ഫൈൻ ആർട്സ് തന്നെ BFA പെയിൻറ്റിങ്ങാണ് പഠിക്കുന്നത്. പിന്നെ മകനൊരു എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. സുരേഷിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളും പെയിൻറ്റേഴ്സും ആരൊക്കെയാണ്? ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേരളീയ ചിത്രകാരൻ തന്നെ A. രാമേന്ദ്രൻ സാറാണ്. 2000-ൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ 3 കൃഷ്ണമേനോന്മാരിൽ നേരത്തെ പറഞ്ഞു ജയാജല്ലി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ജയാജല്ലി വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് സുരേഷ് പോയി രാമേന്ദ്രനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോയി. അതായത് യമുന നദി ക്രോസ് ചെയ്തിട്ട് പോകണം. ഒരു വലിയ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ, രാമേന്ദ്രൻ എന്ന് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2000-ൽ ഞാൻ പോകുന്നത്. അപ്പം അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അന്ന് അദ്ദേഹം എന്നെ ശ്രീപെരുമ്പത്തൂർ ചെയ്ത ശില്പം, രാജീവ് ഗാന്ധി സ്മാരകത്തിൽ ചെയ്യുന്ന ശില്പത്തിൻ്റെ സ്കെച്ചുകൾ, അദ്ദേഹം എന്നെ ഒരു ക്ലാസ് തന്നെ എടുത്തു മുഴുവൻ. അദ്ദേഹം പനയന്നാർകാവിലെ ചിത്രങ്ങൾ, ശാന്തിനിധി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പനയന്നാർകാവിൽ വന്ന ചിത്രങ്ങളും, ഇത് കൂടാതെ എനിക്ക് ഏറ്റവും വലിയതായിട്ട് കിട്ടിയ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുരേഷ് ജയചന്ദ്രൻ്റെ വീട്ടിലൊരു ചിത്രം വരച്ചില്ലേ, അതേപോലെ ചിത്രം എനിക്ക് വരച്ചു തരുമെന്ന്. അതൊരു ചിത്രകാരന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അവാർഡാണ്. നമുക്ക് അക്കാഡമി അവാർഡ് കിട്ടുന്നതിനേക്കാൾ നല്ലൊരു അവാർഡ്. അദ്ദേഹത്തിനെ പോലുള്ള, അതായത് ഇന്ത്യൻ ചിത്രകല ഉൾക്കൊണ്ടുകൊണ്ട് ആ ചിത്രം വരച്ച ചിത്രകാരൻ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലും പുറത്തോ ഏറ്റവും കൂടുതൽ കളക്ടേഴ്സിൽ ഉള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ്. അമിതാഭ് ബച്ചൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഫുൾ ലെന്ത് വോളിൽ ഈ രാമേന്ദ്രൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അങ്ങനെ പ്രശസ്തമായ പല സ്ഥലങ്ങളിലും വോളുകളിലും അദ്ദേഹത്തിൻ്റെ ചിത്രം വാങ്ങിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മനോഹരമായ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ചിത്രകാരൻ A. രാമേന്ദ്രൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവർ ചിത്രങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂരത്തെ പ്രദോഷ നൃത്ത ചിത്രമാണ്. ആ അത് ശശിഭൂഷൺ സാർ എന്നോട് ആ ചിത്രത്തിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. സുരേഷ്, ആ ചിത്രം പോയിട്ട് അതിലേക്കൊന്ന് നോക്കി നിൽക്കൂ, ആ ചിത്രം നമ്മളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ദിവസം ആ ചിത്രം ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് തോന്നിയപ്പം ശശിഭൂഷൺ സാറിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രദോഷ ചിത്രത്തിലെ ചിത്രത്തിലെ ശിവൻ ഒരു ദിക്കിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് നൃത്തം ചെയ്യുന്നത്. അപ്പം ആ ദിക്കിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തെ ആ കണ്ണിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ ശിവൻ്റെ, ബാക്കിയുള്ള അതിനകത്ത് വിഷ്ണു മിഴാവ് കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നുണ്ട്, ബ്രഹ്മാവ് ചിഞ്ചലം കൊട്ടുന്നുണ്ട്. അതായത് ആ നൃത്തത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട ദൈവങ്ങളെല്ലാം ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ശിവൻ നൃത്തം ചെയ്യുന്നത്. അപ്പം ഇവരുടെ എല്ലാം ദൃഷ്ടി ആ ഒരു ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അതാ ചിത്രകാരൻ്റെ കഴിവ്. പിന്നെ ആ നൃത്തത്തിൻ്റെ ഒരു താളം. അപ്പോൾ ശശിഭൂഷൺ സാർ എന്നോട് പറഞ്ഞു, സുരേഷ്, ആ താളം തന്നെ നാട്യശാസ്ത്രത്തിലെ തലസംസ്ഫോടിതമെന്നും പറഞ്ഞൊരു താളമുണ്ട്, ഒരു കരണമുണ്ട്. ആ കരണം ഒരുമാതിരിപ്പെട്ട നർത്തകർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ശിവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ താളത്തിലാണ് ശിവൻ നൃത്തം ചെയ്യുന്നത്. അതായത് ഒരു കാലം ഉയർത്തുമ്പോൾ ഈ പാദത്തിനടിയിൽ കിടക്കുന്ന മുയാലകൻ എന്ന് പറഞ്ഞ അപസ്മാരമുണ്ട്, ഒരു നെഗറ്റീവ് എനർജി. അത് ഈ സർക്കിൾ തന്നെ ഒരു യൂണിവേഴ്സലാണ്. ഈ ഒരു സർക്കിളിനകത്ത് നിന്നിട്ടാണ് ശിവൻ നൃത്തം ചെയ്യുന്നത്. ഈ മുയാലകൻ പോയിട്ട് ഈ സർക്കിളിന്, അതായത് ഈ ലോകത്തിന് 3 വലം വെക്കും, എന്നിട്ട് അവിടെ വന്ന് കിടക്കും. ആ നൃത്തത്തിൻ്റെ എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ നൃത്തം പോകുന്നത്. അത് അപാര ഒരു ചിത്രം തന്നെ. പിന്നെ പത്മനാഭപുരം പാലസിലെ ചിത്രങ്ങൾ, ഞാൻ അവിടെ ആറന്മുള വർക്ക് ചെയ്ത സമയത്താണ് കാണാൻ പോയപ്പോൾ അവിടുത്തെ ഉപരികമാളിക അന്ന് തുറന്നു തന്നിട്ട് നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വരും. ഒരു കെടാവിളക്കിൻ്റെ വെളിച്ചത്തിൽ
പിന്നെ ശ്രീകൃഷ്ണൻ്റെ മുതലുള്ള സ്റ്റോറികൾ ഇങ്ങനെ ചെയ്യുക, ഭയങ്കര എനർജിയാണ്, വൈബ്രേറ്റ് ചെയ്യുക. അവിടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു ഉടവാൾ ഒരു മച്ച് കയറി ഒരു ചെറിയ തടിയുടെ കോണി കയറിയിട്ട് നമ്മൾ മേലോട്ട് ചെയ്യുന്നത്. ആ ചിത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം നമ്മൾ വേറെ ഒരു ഒരു ചിത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴും ഒന്നാമത് ഇരുട്ടാ, ഒരു കടാവിളക്കിൻ്റെ വെളിച്ചവും ആ ഉടവാളും പശ്ചാത്തലത്തിൽ ആ ചിത്രവും, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം. സുരേഷ്, ഇനി നമുക്ക് സുരേഷിൻ്റെ ചിത്രങ്ങളെ നമുക്ക് വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താം അല്ലേ? സുരേഷ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗണപതിയുടെയും ശ്രീകൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ കൃഷ്ണൻ്റെ തന്നെ. പക്ഷേ ഞാൻ ഗുരുവായൂർ പഠിച്ചുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല. കൃഷ്ണൻ്റെ ആ നീല കറുപ്പെന്ന നമ്മൾ പുരാണത്തിൽ പറയുന്നതാണെങ്കിലും കാർമേഘ എന്ന് പറഞ്ഞാലും ഒരു ഇരുണ്ട നീല കളറാണ് കൃഷ്ണന് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. പക്ഷേ കൃഷ്ണനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എൻ്റെ കൺമുന്നിലും അല്ല ചുറ്റുപാടിലും ഉള്ള കൃഷ്ണന് പല സ്വഭാവമുണ്ട്. വില്ലേജിലെ ആൾക്കാരുമായിട്ട് നമ്മൾ ഊമിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ശ്രീകൃഷ്ണൻ തന്നെ. എന്താ വീരകഥകളാണെങ്കിലും ലൗകിക കാര്യങ്ങളാണെങ്കിലും സാഹസികമാണെങ്കിലും മോഷണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യം, ചെയ്യാത്ത കാര്യങ്ങളില്ല. ഇല്ല. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ചെത്തുകാരനായിട്ട് വരച്ചിട്ടുണ്ട് കൃഷ്ണനെ. അതുപോലെ തന്നെ കടപ്പുറത്ത് നിന്ന് മുച്ചിട്ട് കളിക്കുന്ന ആൾക്കാരിൽ ഒരാൾ കൃഷ്ണനായിട്ട് വരച്ചിട്ടുണ്ട്, തോണിക്കാരനായിട്ട് വരച്ചിട്ടുണ്ട്, കടത്തുകാരനായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ എൻ്റെ പശ്ചാത്തലത്തിലുള്ള എല്ലാ ചിത്രങ്ങളിൽ നിന്ന് സ്പർശിച്ചു പോയിട്ടുള്ള ആളാണ്. സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ കൃഷ്ണനായിട്ട് വരച്ചത് ഒരു നീല നിറവാണ്. ഞാൻ അൾട്രാമറൈൻ, അതായത് നമ്മൾ ചുവർച്ചിത്രത്തിൽ പൂനീലം എന്ന് പറയും. പൂനീലം ഞാനത് നാച്ചുറൽ കളർ തന്നെയാണ് കൃഷ്ണന് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ മിക്സ് മീഡിയയിലെ കളർ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന അതൊന്ന് അറിയണമായിരുന്നു. കാര്യം നമ്മൾ ഈ സാധാരണ ചുവർ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ട്രീറ്റ് ചെയ്തെടുത്ത ആസ്പെക്ടസ് ഷീറ്റാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഇതിൽ നിന്നൊരു മാറ്റം സുരേഷിൻ്റെ ഇതിൽ കാണുന്നുണ്ടല്ലോ. അതെ, ഞങ്ങൾ 89 ഞങ്ങൾ ഗുരുവായൂർ ഇങ്ങനെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഇന്ന് കാണുന്ന മീഡിയങ്ങൾ പലതും ഇല്ല. അക്കല്ലി കളർ അന്ന് ഇറങ്ങിയിട്ടില്ല, വിപണിയിലില്ല. അന്ന് വാട്ടർ കളർ, ടെമ്പറ, ഓയിൽ കളർ, ഈ 3 മീഡിയ. അല്ല, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു മ്യൂറൽ നാച്ചുറൽ കളർ ഉപയോഗിച്ചിരുന്നത്. അതെ അതെ അതെ. നമ്മൾ മ്യൂറലിന്റെ വേർഡ്സിന്റെ അർത്ഥം തന്നെ ഒരു ഇറ്റാലിയൻ വേക്കാം, ഭിത്തി അല്ലെങ്കിൽ വാൾ എന്ന് അർത്ഥം വരുന്ന ഒരു വേക്കാം. മ്യൂറൽ, ഇംഗ്ലീഷ് അല്ല മ്യൂറൽ, ഒരു ഇറ്റാലിയൻ പേര് കൊടുത്ത. അതെ. ഇപ്പൊ ഞാൻ ഈ ഗുരുവായൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വാട്ടർ കളറേ ഉള്ളൂ. അന്ന് ഞങ്ങൾ പല എക്സ്പെരിമെന്റ്, അന്ന് മ്യൂറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വാളിൽ മാത്രം വരയ്ക്കാവുന്ന ചിത്രങ്ങളെയാണ് മ്യൂറൽ എന്ന് പറയുന്നത്. ഇപ്പം പേപ്പറിൽ വരച്ചിട്ട് അതിന് മ്യൂറൽ എന്ന് പറയാൻ പറ്റില്ല, മ്യൂറൽ മാതൃകയെന്ന് നമുക്ക് പറയാൻ പറ്റും. മ്യൂറൽ ശൈലിയിൽ വരച്ച മറ്റൊരു മീഡിയത്തിൽ വരച്ച ചിത്രം. അപ്പോൾ ഞങ്ങൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വാട്ടർ കളറല്ല കൂടുതലും വരച്ചുകൊണ്ടിരുന്നത്. വാട്ടർ കളറിന് ചില പരിമിതികളുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വരുന്നതിന് മുമ്പ് ചെങ്ങന്നൂർ യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്ന് ഈ ലൂബ ഷീൽഡും ഒക്കെ ഇവിടെ കേരളത്തിൽ വന്നു. അതെ, അത് അവര് സത്യം പറഞ്ഞാൽ ചുവർച്ചിത്രകലയിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ കേരളീയ കലകളെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം അവരെ ഒരിക്കലും ഈ ചുവർച്ചിത്രകലയെ പറ്റി പറയുമ്പോൾ ആ പേര് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റുന്നത്. മമ്മിയൂരാശാനെ ആദ്യമായിട്ട് ആറന്മുളയിൽ കൊണ്ടുവരുന്നതും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെങ്ങന്നൂർ വെച്ചൊരു ശില്പശാല നടത്തി, വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ചുവർ ചിത്രം എങ്ങനെ നമുക്ക് വേറൊരു മീഡിയത്തിലേക്ക് വരയ്ക്കാം. ആശാൻ അപ്പോൾ ഒരു സിമെന്റ് ഷീറ്റ് വല്ലതും കിട്ടുമോ എന്ന് അവിടെ ചോദിച്ചു. അപ്പം പറഞ്ഞ് സിമെന്റ് ഷീറ്റ് വളരെ ഹെവി ആയിട്ടുള്ള സാധനം, പൊക്കിയെടുക്കാനൊന്നും പറ്റില്ല. സിമെന്റ് പോലൊരു ബോർഡ് ഇറങ്ങുന്നുണ്ട്, അതിന് ആസ്പെക്ട് ഷീറ്റ് എന്നാണ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ സിമെന്റ് ബോർഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന് ആശാൻ കരിക്കും വെള്ളവും ചുണ്ണാമ്പും ഒക്കെ കലർത്തി അതിൽ 10-28 കോട്ട് അടിച്ച് ട്രീറ്റ് ചെയ്തിട്ട് നാച്ചുറൽ കളർ വെച്ച് ആശാൻ ഒരു ചിത്രം വെച്ച. അന്നാണ് ആദ്യമായിട്ട് ഈ ചുവർ ചിത്രം ഒരു ഫ്രെയിമിലേക്ക് വരുന്നത് കേരളത്തിൽ. ആദ്യമായിട്ട് ചുവരിൽ നിന്ന് മാറി കയ്യിലെടുത്തുകൊണ്ട് പോകാവുന്ന ഒരു ബസ്സിൽ കൊണ്ടുപോകാവുന്ന അല്ലെ ഒരു ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകാവുന്ന ഒരു ചിത്രം വരയ്ക്കുന്നത് കൂടുതലെടുക്കുന്ന അവിടെ വെച്ചാൽ. അന്ന് മുതലേ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ കൃഷ്ണന്റെ കളർ മാത്രം ഞാൻ നാച്ചുറൽ കളറാണ് ഉപയോഗിക്കുന്നത്. പൂനീലം മാത്രം. എന്താണത്? ആ ഒരു പൂനീലത്തിന്റെ വൈബ്രേഷൻ ഒരിക്കലും സിന്തറ്റിക് കളറിൽ. പൂനീലം എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ്. അതിനെ നമ്മൾ ചീനച്ചായ എന്ന് പറയും. കഥകളിയിലൊക്കെ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന ഒരു കളറാണ് നീലം, ഇൻഡിഗോ. പക്ഷെ സുരേഷ് ഇപ്പോഴ് ഒരു മിക്സ് കളറല്ലേ ഉപയോഗിക്കുന്നത്? അതെ, മിക്സ് കളറിൽ. ബാക്കിയുള്ള കളറുകൾ ഞാൻ അക്രിലിക് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ വാട്ടർ കളർ ഉപയോഗിക്കാറുണ്ട്, ടെമ്പറ ഉപയോഗിക്കാറുണ്ട്. ഒരു മീഡിയത്തിൽ മാത്രം ഞാൻ മ്യൂറൽ ഉറച്ചു നിൽക്കാറില്ല, മിക്സ് മീഡിയ. അപ്പൊ അത് നല്ലതാണ്. കാര്യം എന്താ വെച്ചാല് പണ്ട് ഇത്തരം കളറുകൾ ഇല്ലാത്ത കാലത്താണ് ഈ സ്വാഭാവിക ചായക്കൊട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. അതെ അതെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണൻ എൻ്റെ ചിത്രങ്ങൾ എല്ലാത്തിലും വരാം, അതിന് മാത്രം ഞാൻ നാച്ചുറൽ കളർ ഉപയോഗിക്കും. പക്ഷേ ചില കളറുകൾ, ഇപ്പം ലാട്രേറ്റ് പോലുള്ള പിഗ്മെന്റ്സ് ഒരിക്കലും ക്യാൻവാസിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്നത്, അവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കരി ഉപയോഗിക്കാം, കരി കുറച്ചുകൂടെ മൈക്രോ പൗഡറാണ്. ലാട്രേറ്റ് മാത്രം അത് പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്.
അപ്പം ഈ പൂനീലം വളരെ നല്ല, അതായത് പൂനീലത്തിനെ പറ്റി പറയാൻ നമ്മൾ ഈ വടക്കൻ പാട്ടുകളിലൊക്കെ ആദ്യമായിട്ട് കേരളത്തിലൊരു കളർ വരുന്നത് നീലമാണ്. അപ്പോൾ ഈ ഉണ്ണിയാർച്ചയ്ക്ക് ഡ്രസ്സ് കൊടുത്തത് നീല നിറത്തിലെ പട്ട് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. തുണിയിൽ ആദ്യം ഡൈ ചെയ്യുന്ന ഒരു കളർ നീല. നമുക്കറിയാം ഈ ചില ഈ ടൈ ആൻഡ് ഡൈ ഒക്കെ ബാത്തിക്കൊക്കെ നീല കളറുകളാണ് കൊണ്ടുപോയി. നമ്മൾ ചീനഭരണിയിൽ ഉപയോഗിക്കുന്ന ഒരു നീലം കളറിൽ ആദ്യമായിട്ട് വന്ന ഒരു കളർ നീലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മ്യൂറൽ പെയിന്റിങ്സിന്റെ ശൈലിയിൽ പ്രധാനം കണ്ണാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, കണ്ണുകൾക്ക് എക്സ്പ്രഷൻ, അതായത് ഇപ്പം നമുക്കറിയാം ഇപ്പം കണ്ണിന്റെ ഷേപ്പ്. അതെ, ഇപ്പം കൃഷ്ണന്റെ അടുക്ക നിൽക്കുന്ന രാധയുടെ കണ്ണിന്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ല കൃഷ്ണന്റെ രാധയുടെ കണ്ണ്. അതുപോലെ തന്നെ രാവണന്റെ കണ്ണ് അല്ലെങ്കിൽ അഘോരമൂർത്തിയുടെ കണ്ണ്, ഇതിലെല്ലാം പ്രത്യേകം ആ കണ്ണിന്റെ ദൃഷ്ടി പോകുന്നതും കണ്ണിന്റെ നോട്ടവും കണ്ണിന്റെ ഒരു മയക്കവും ഇതെല്ലാം ആകൃതിക്ക് വ്യത്യാസമുണ്ട്. ഇതൊക്കെ കൂടുതൽ ചുണ്ടിനൊക്കെ ഇത് പിന്നെ മനോധർമ്മം. ഇപ്പം ഞാൻ ചിലരുടെ ചിത്രം കാണാറുണ്ട്, എല്ലാ ചിത്രങ്ങൾക്കും ഒരേ ഭാവമാണ്. പക്ഷെ അത് ഭാവം ഒരു പ്രധാന ഘടകമാണ് ചിത്രങ്ങളിൽ. എല്ലാ കൃഷ്ണന്റെയും രാധയുടെയും ഇപ്പം മീശ ഇല്ലെങ്കിലും പൗരുഷം തോന്നിക്കുക, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലർ കൃഷ്ണനെ വരച്ചു കഴിഞ്ഞാൽ രാധയെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ അങ്ങനെയല്ല. പള്ളിക്കാട്ടിൽ ചെയ്തിട്ടുള്ള ഇപ്പം മ്യൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ വോളിൽ ചെയ്തിട്ടുള്ള അതാദ്യം ഞാൻ പറയാം. ആദ്യം ചെയ്തിട്ടുള്ള ഏറ്റവും എനിക്ക് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുമ്പം അഷ്ടദിക്പാലകന്മാരെ സബ്ജക്റ്റ് ആക്കിയിട്ട് ഞാൻ മുംബൈ മിയാൽ ആർട്ട് പ്രോജക്റ്റിൽ ഒരു വർക്ക് ചെയ്തായിരുന്നു T2. അത് വളരെ നല്ലൊരു അഷ്ടദിക്പാലകന്മാർ, അതായത് ലോകത്തിന്റെ എല്ലാ ദിക്കിലും മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുറേ അധികം ആർട്ടിസ്റ്റുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഏരിയയിൽ ഒരു 4 ലെവൽ ഏരിയയിൽ ഞാൻ അത് അഷ്ടദിക്പാലകന്മാരെ അതൊരു ഒത്തിരി ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് എടുത്ത് അയക്കാറുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക ഇത് രവി കരുണാകരൻ മ്യൂസിയത്തിൽ ആലപ്പുഴയിൽ, അതായത് അതിനകത്ത് വേൾഡ് മാപ്പാണ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൃഷ്ണനെ ആസ്പദമാക്കി പറയുന്ന തീരം എന്ന സീരീസിൽ ഞാൻ കുറേ വർക്ക് ചെയ്ത് തീരം. അതിനകത്ത് പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുമ്പം കൃഷ്ണൻ എവറിഡേ ലൈഫിലുള്ള ഒരു കൃഷ്ണൻ ഒരു ബോട്ടിൽ ഇങ്ങനെ കിടന്ന് ഓടക്കുഴൽ വായിക്കുന്നു. അപ്പം ചുറ്റിനും കടൽക്കാക്കകൾ വട്ടമിട്ട് പറക്കുന്നു, ആ സംഗീതം കേട്ടുണ്ട്. അതൊരു ഏരിയൽ വ്യൂ പോലെ ചെയ്തിരിക്കുക. അത് മ്യൂറലില് നമ്മൾ ശരിക്കുള്ള ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ പെർസ്പെക്റ്റീവ് ഒന്നുമില്ല, പക്ഷെ ഇതിനകത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ വാനിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രം. യാത്രയെന്നും പറഞ്ഞൊരു ചിത്രമുണ്ട്, അതായത് സമാധാനത്തിന്റെ ഐലൻഡ് എന്നും പറഞ്ഞ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു 4 കെട്ടുകളൊക്കെ കൂടി ഒരു ഐലൻഡിൽ ചുറ്റിനും കുറേ ബോട്ടുകൾ ഇങ്ങനെ കറങ്ങി ഏതെങ്കിലും തീരെ തടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതായിട്ടും. അതേപോലെ തന്നെ കോർട്ടിയാടെന്നും പറഞ്ഞൊരു ചിത്രമുണ്ട്. ഒരു നടുമുറ്റത്ത് ഒരു പഴയ ഒരു ക്യാൻവാസ് കസേരയിൽ ഒരാൾ ഒരു തുളസിത്തറയിലോട്ട് നോക്കി ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുന്നത്. അത് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ ഒരു ഫീല് വരും ഇങ്ങനെ. പിന്നെ കാഴ്ചയെന്നും പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്, അതായത് ഒരു പെൺകുട്ടി ഒരു ബട്ടർഫ്ലൈക്കകത്തൂടെ ഒരു ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ആയുസ് കുറവാണ്, അതിൻ്റെ സുതാര്യമായ ഫെദറിലൂടെ ഒരു വലിയൊരു വിഷൻ കാണുന്നത്, ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ കുറേയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഗണപതിയുടെ ഈ പറഞ്ഞ പോലെ അഷ്ടഗണപതിയുടെ ചിത്രങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇന്തോനേഷ്യൻ ക്ലൈൻ്റ് ഉണ്ട്, ഒരു ചൈനീസ് ഒരാളാണ്. പുള്ളി ഒരു വലിയൊരു ഗണപതി ഭക്തനാണ്. പുള്ളി എല്ലാ വർഷവും ഈ അഷ്ടവിനായക ക്ഷേത്ര സന്ദർശനമൊക്കെ നടക്കും. അദ്ദേഹത്തിന് വേണ്ടി കുറേ അപൂർവ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ഒരു ചിത്രം എന്ന് പറയുമ്പം ചാന്ദ്ര ഗണേഷ്, ഇവിടെ ആരും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ചാന്ദ്ര ഗണേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ അകത്ത് നിന്ന് നൃത്തം ചെയ്യുന്ന ഗണപതി, ഒരു കൺസെപ്റ്റാണ്. അത് ധ്യാനശ്ലോകങ്ങളിലൊന്നും ഇല്ലാത്തൊരു കൺസെപ്റ്റാണ്. ആ നൃത്തം ചെയ്യുന്നത് തന്നെ ഒരു ചിറക് വെച്ച മൂഷികന്റെ പുറത്ത് നിന്നിട്ടാണ് നൃത്തം ചെയ്യുന്നത്, ചന്ദ്രൻ താഴെ. അതുപോലെ തന്നെ ദിവിജ ഗണേശ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ അനന്തനെയോ അല്ലെങ്കിൽ ഒന്നുകിൽ 5 തല അല്ലെങ്കിൽ 3 തല അല്ലെങ്കിൽ 7 തല അങ്ങനെ വരയ്ക്കുന്നത്. അത് ഒരു സിമെട്രിക്ക് വേണ്ടിയിട്ടാണ്. സെൻട്രൽ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒരേപോലെ വരാൻ വേണ്ടി. പക്ഷേ ദിവിജ ഗണേശിനകത്ത് 4 തലയാണ്. അതങ്ങനെ ആരും വരച്ചിട്ടില്ല, 4 ദിക്കിനെ സൂചിപ്പിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഒരു റെയർ ചിത്രമാണ്. അതെൻ്റെ ഇന്തോനേഷ്യൻ ക്ലൈന്റിന് വേണ്ടി വരച്ചത്. സുരേഷ്, ഈ ചിത്രകലയിൽ പ്രത്യേകിച്ച് മ്യൂറൽ ആർട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലേ? അതെ. ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് സുരേഷിന് തോന്നിയിട്ടുള്ളത്? ഇതിന് പ്രചാരം വന്നതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കള്ളനാണയങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. അതായത് കോഴ്സുകളുടെ പേരിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒരു കലയും പഠിക്കാൻ പറ്റത്തില്ല. സുരേഷിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഞാനിപ്പം പല ആഗ്രഹങ്ങളും ബാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതെ. എൻ്റെ അടുത്ത ആഗ്രഹം എന്ന് പറയുമ്പം, ഞാൻ പല മീഡിയങ്ങളിൽ ഇപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്, വുഡിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു 5 മീഡിയത്തിൽ ഒന്നിച്ച് ചിത്രം ചെയ്തിട്ട് ഷോ ചെയ്യാം. അതായത് മറ്റേ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും, ആ പഞ്ചഭൂതങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 5 മീഡിയം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കല്ല് കാണും, അതിനകത്ത് തടി കാണും. ആ 5 മീഡിയത്തിൽ നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെ ചുവർച്ചിത്രകലയുടെ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എക്സിബിറ്റ് ചെയ്യുക. അതെൻ്റെ വലിയൊരു ആഗ്രഹം. അത് ഞാൻ ആദ്യം വൈകാതെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു.
ഇതാണ് ശ്രീ സുരേഷ് മുതുകുളത്തിൻ്റെ പമ്പയാറിൻ്റെ തീരത്തുള്ള മ്യൂറൽസ് എന്ന വീട്. ഈ കലാകാരൻ്റെ ഭാവനയ്ക്ക് ചാരുത പകർന്ന ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും സ്റ്റുഡിയോയുമൊക്കെ ഏറെ വ്യത്യസ്തമാണ്. ഹായ് സുരേഷ്, നമസ്കാരം. നമസ്തേ. ഇതെല്ലാം സുരേഷിൻ്റെ ഓൺഗോയിങ് പ്രോജക്ട്സ് ആണ്. അതെ അതെ. ഇതിപ്പം ശ്രീകൃഷ്ണനെ പറ്റിയ, കൃഷ്ണൻ്റെ ബാലലീലകളാണ് കൂടുതലും വരച്ചിരിക്കുന്നത്. ഇതിപ്പം കൃഷ്ണൻ വളരെ അമാനുഷിക പവറുള്ള ഒരു ബാലനായിരുന്നില്ല. അപ്പോൾ ഒരു പശുവിനെ കളിപ്പാട്ടം പോലും ഉയർത്തി അതിൻ്റെ പാൽ നുകരുന്നൊരു വിഷയം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചിത്രം പഴയ ട്രഡീഷണൽ മ്യൂറലിൽ ഇല്ലാത്തൊരു വിഷയം. ഇത് ഞാൻ ആദ്യം ചെയ്യുന്നത് മമ്മിയൂർ കൃഷ്ണൻകുട്ടി ആശാൻ പറഞ്ഞിട്ട് ശാസ്താംകുളം അമ്പലത്തിൽ ഒരു വുഡ് കാർവിംഗ് ഉണ്ട് ഇതിൻ്റെ. അത് നോക്കി ഒരിക്കലും സ്കെച്ച് ഇട്ടത് പൂർണ്ണമല്ല അല്ലേ? പൂർണ്ണമല്ല. ഇത് പിന്നെ ഒത്തിരിയധികം പേര് പിന്നെ എൻ്റെ ഈ സ്കെച്ച് നോക്കി ഇപ്പം കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ഗുരുവായൂർ ബേസ് ചെയ്ത ഒരു സ്റ്റോറിയാണ്. അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇപ്പം കൂത്തമ്പലം ഇരിക്കുന്ന സ്ഥലത്ത് പണ്ടൊരു എലിഞ്ഞിമരം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചോട്ടിൽ ഒരു ബാലന് എലിഞ്ഞിപ്പൂ പറിക്കുന്ന കണ്ടുകൊണ്ട് മാനവേദൻ ഓടിച്ചെന്ന് ആ ബാലനെ പുണ്ണാൻ നേരത്ത് ഒരു മയിൽപ്പീലി മാത്രം കയ്യിൽ കിട്ടും. പക്ഷേ ബാലൻ ശ്രീകൃഷ്ണൻ എലിഞ്ഞിമരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ടാണ് കൗതുകത്തോടെ മാനവേദനെ നോക്കുന്നതാണ്. അപ്പം കൃഷ്ണാട്ടത്തിൻ്റെ ഒരു ഉത്ഭവ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്ര കഥയായത്. ഇതേപോലെ തന്നെ കുചേലൻ തൻ്റെ സുഹൃത്തായ കുചേലനെ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലോട്ട് വരുന്നതും കൃഷ്ണനാഥൻ കഴിയുന്നതും അങ്ങനത്തെ ഒരു വിഷയമാണ് ഇത് വരച്ചിരിക്കുന്നത്. പകുതി ഭൂട്ടാൻകാരിയായ ഭാര്യ സോനം പെഡോൺ സുരേഷിൻ്റെ കലാസപര്യയ്ക്ക് ഊർജം പകർന്നുകൊണ്ട് എപ്പോഴും കൂടെയുണ്ട്. അച്ഛൻ്റെ വഴി പിന്തുടരുന്ന മകൾ കൃഷ്ണവേണി തൃപ്പൂണിത്തുറ RLV കോളേജിൽ BA ഫൈൻ ആർട്സ് പഠിക്കുന്നു. മകൻ സിദ്ധാർത്ഥ് ഒരു പ്രമുഖ എയർലൈൻസിൽ പൈലറ്റായി ജോലി നോക്കുന്നു. ആറന്മുളയിലെ മ്യൂറൽസിൽ സുരേഷും സോനവും ചിത്രകലയുടെ ലോകത്ത് സജീവവും സംതൃപ്തരുമാണ്. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India. Macniloquent. Optimistic. Zestful. Awesome. Inspirational and courageous. Let's explore together.